മച്ചൊന്ന് എടുക്കട്ടെ പ്ലീസ് 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 പ്ലീസ്. ഇഷ്ടപ്പെട്ടോ? ഈ കുട്ടികളധികം എപ്പോഴും കഴിക്കുന്ന സാധനമാണല്ലോ ഈ ബിസ്ക്കറ്റ്. അപ്പം ഇത് വീട്ടിലുള്ള സാധനങ്ങളെ കൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അതല്ലേ നമ്മൾ വാങ്ങി കൊടുക്കണതിനേക്കാളും എളുപ്പമുണ്ടാവുക. അപ്പം ഞാൻ ഇവിടെ ബട്ടറൊന്നുമല്ല, സാധാരണ പശു നെയ്യ് വെച്ചിട്ടാണ് കേട്ടോ ബിസ്ക്കറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം പ്രത്യേകിച്ച് അളവൊന്നും വേണ്ട. ഈ ഒരു ബൗളിന് കുറച്ച് നെയ്യ് എടുത്തിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പം മിൽമേൻ്റെ നെയ്യ് കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര പൊടിച്ചതാണ് ചേർക്കേണ്ടത് കേട്ടോ. അപ്പം ഞാനിവിടെ ഈ ഒരു കപ്പിനുള്ള പഞ്ചസാര എടുത്തിട്ടുണ്ട്. ശരിക്കും ഇത്ര കപ്പ് വേണ്ട, കാരണം ബിസ്ക്കറ്റ് കുറച്ച് മധുരം ഉണ്ടേനു. അപ്പം അത്ര മധുരം വേണ്ടല്ലോ, നമ്മൾ കുട്ടികളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മധുരം ഒരുപാട് കഴിക്കേണ്ടെന്നുള്ളതുകൊണ്ട് തന്നെ ഈ കപ്പിന് അരക്കപ്പ് പഞ്ചസാര മതിയാവും. ഇത് ഞാൻ കഴിച്ചപ്പോഴാണ് ഇത്രയും മധുരം വേണ്ടിയില്ലേനും തോന്നിയത്, അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അതാ ഈ നെയ്യും പൊടിച്ച പഞ്ചസാരയും കൂടി നന്നായിട്ട് വിസ്ക് വെച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 സ്പൂൺ വാനില എസൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ എടുത്ത കപ്പിന് 1/4 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പം അരക്കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് മൈദയാണ് കേട്ടോ എടുക്കേണ്ടത്. ഞാൻ പഞ്ചസാര 1 കപ്പ് എടുത്തിട്ടുണ്ട്. മധുരം അത്ര വേണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അരക്കപ്പ് നിങ്ങൾ എടുത്താൽ മതിയാവുമെന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് അത്ര നനവ് പോരാൻ തോന്നുകയാണെങ്കിൽ ഇത്തിരി പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് കേട്ടോ. അപ്പോൾ മൈദ എല്ലാം കൂടി ഒന്നിച്ച് 2 കട്ട പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ഇട്ട് കൊടുത്താൽ മതി. ഇതിനിടയിലേക്ക് ഞാൻ 1 സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 1/4 കപ്പ് മൈദയും ബേക്കിംഗ് പൗഡറും കൂടിയാണ് അരിപ്പയിൽ അരിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. പോരാത്തതിന് നമ്മളിടയ്ക്ക് ഇത്തിരി പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അത് വിസ്ക് കൊണ്ട് പറ്റില്ലല്ലോ, അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മിക്സ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ കൈ കൊണ്ട് കുറച്ചൊക്കെ കുഴച്ച് വരുമ്പം 1/4 കപ്പ് കൊക്കോ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ചോക്ലേറ്റ് ബിസ്ക്കറ്റാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അപ്പം പൊതുവേ കുട്ടികൾക്കൊക്കെ ചോക്ലേറ്റ് ആണല്ലോ ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഒരുപാട് കുഴക്കേണ്ട, ഒന്ന് ജസ്റ്റ് ഉണ്ടാക്കിയെടുത്താൽ മതി. അങ്ങനെ ഒരു വലിയ നാരങ്ങൻ്റെ വലുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇതൊന്ന് ഉരുട്ടിയതിൻ്റെ ശേഷം കൈ വെച്ച് നന്നായിട്ട് ഉരുട്ടിയതിൻ്റെ ശേഷം നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. ഇതിൻ്റെ മേലെ നമുക്ക് എന്തെങ്കിലും ഡിസൈൻ ചെയ്യുക അല്ലെങ്കിൽ ഫോർക്ക് കൊണ്ട് വരയ്ക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ആയതുകൊണ്ട് തന്നെ ആ വരൊന്നും അത്ര വലിയ പെട്ടെന്ന് കാണൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മേലൊരു കാഷ്യൂ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബിസ്ക്കറ്റിൽ ഹവക്ക് ഭയങ്കര താല്പര്യമുള്ളതുകൊണ്ട് തന്നെ ചോക്ലേറ്റ് ബിസ്ക്കറ്റും കൂടിയാണല്ലോ, പിന്നെ കഥ പറയണ്ട. ഓളിൻ്റെ ബാക്കിൽ നിന്ന് ഒഴിഞ്ഞിട്ടില്ല, ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ആയിട്ട് കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദൂരിട്ടാനും വെക്കാനും പരത്താനും ഒക്കെ ഓള് മുൻകൈ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇതേപോലെ ഉരുട്ടിയിട്ട് ബിസ്ക്കറ്റിൻ്റെ രൂപത്തിലാക്കി ട്രേയിൽ വെച്ച് കൊടുക്കുന്നത്. എല്ലാ ഹെൽപ്പിനും ഓള് കൂടെ ഉണ്ടായിരുന്നു. പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഇത് ഞാനൊരു 20 മിനിറ്റാണ് 180 ഡിഗ്രിയിൽ വെച്ചിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ബിസ്ക്കറ്റ് പ്ലേസ് ചെയ്യുമ്പോൾ തന്നെ കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടാകാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ അങ്ങോട്ട് ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് ബിസ്ക്കറ്റൊക്കെ ഒന്ന് വലുതായി വന്നപ്പം ഓരോരോ ബിസ്ക്കറ്റ് തമ്മിൽ ഒട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഒട്ടിയെന്ന് കരുതി കുഴപ്പമൊന്നുമില്ല, നമ്മൾ എടുക്കുമ്പം അത് എങ്ങനെയായാലും വേറെ കിട്ടും. പക്ഷേ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ കാണാൻ വലിയൊരു ലുക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ വേണമെങ്കിൽ ഇനി ബിസ്ക്കറ്റിൻ്റെ ഡോ എടുക്കുമ്പം നിങ്ങൾ അവർ കുറച്ചെടുത്താൽ മതി, ചെറുതായിട്ട് എടുത്തിട്ട് പരത്തിയെടുത്താൽ മതി. ഇതേപോലെ വലിയ മാവ് എടുക്കുമ്പോഴാണ് നമ്മൾക്ക് വലിയ ബിസ്ക്കറ്റായി കിട്ടുക. അപ്പോൾ നിങ്ങൾ കുഞ്ഞു ബിസ്ക്കറ്റാണല്ലോ കാണാനൊരു ക്യൂട്ട്നെസ്. അപ്പം നിങ്ങൾ എടുക്കുമ്പം ചെറിയ ബോളുകളാക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പം 2 ട്രേയിലാക്കി വെക്കണമെന്നേ ഉണ്ടാവുകയുള്ളൂ. ശ്രദ്ധിക്കേണ്ട 2 കാര്യം, പഞ്ചസാര കുറച്ചിട്ടാൽ മതി എന്നുള്ളതും പിന്നെ ബിസ്ക്കറ്റിൻ്റെ വലിപ്പം കുറച്ച് ചെറുതാക്കുക എന്നുള്ളതും കൂടിയാണ് കേട്ടോ. ഉണ്ടാക്കി വന്ന ഉഷാറായിട്ടുണ്ട്. ഇത് ഉമ്മയൊക്കെ ബിസ്ക്കറ്റ് ഉണ്ടാക്കി ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾക്ക് ഇനിയും വെറൈറ്റി ആയിട്ടുള്ള പുതിയ മോഡൽ ബിസ്ക്കറ്റ്സൊക്കെ നമുക്ക് ഉണ്ടാക്കി വരാം. അപ്പം നിങ്ങൾ കട്ടൊക്കെ കൂടെ ഉണ്ടാവില്ലേ? പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാൻ ഞാൻ മറന്നു. ട്രേ നമ്മൾ എടുക്കുമ്പം അതായത് അവൻ നമ്മൾ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ബിസ്ക്കറ്റ് ആ ട്രേയിൽ നിന്ന് എടുത്ത് മാറ്റരുത് കേട്ടോ. അതൊന്ന് ചൂടാറിയതിന് ശേഷം മാത്രമാണ് മാറ്റേണ്ടത്. അല്ലെങ്കിൽ ബിസ്ക്കറ്റ് ഭയങ്കര സോഫ്റ്റായി നിൽക്കുന്ന ഒരു ടൈമാണത്. അപ്പം ഈ ഒരു ഷേപ്പിൽ കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ ചൂടാറിയതിൻ്റെ ശേഷം നമ്മൾ ട്രേ ഒന്ന് മാറ്റി വെച്ചാൽ മതി. ഇതെടുക്കാൻ ഹവ ഭയങ്കരമായിട്ട് തിരക്കൂട്ടിനെ നോക്ക്, തീരെ ക്ഷമലീനി ചൂടാറാൻ വേണ്ടിയിട്ട് പിടിച്ച് വെച്ച് നിർത്തിയതാണ്. അങ്ങനെ ഓൾ കാത്തിരുന്നതിൻ്റെ ശേഷമാണ് ഓൾക്ക് കൊടുക്കുന്നത്. എടുക്കട്ടെ പ്ലീസ് 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 പ്ലീസ്. ഇഷ്ടപ്പെട്ടോ? നല്ല ഇഷ്ടമായി.